ഒരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം സന്ദർശിക്കാൻ ഒരുങ്ങുന്നതേയുള്ളൂ. അതിനു മുൻപ് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയെപ്പറ്റി വിശദമായി നോക്കാം. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. ഏപ്രിൽ 2ാം വാരം തെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്ന് ഒരു സൂചന ലഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ പാർട്ടികൾക്കും മുന്നണികൾക്കും വെപ്രാളം ആരംഭിച്ചു കഴിഞ്ഞു. ഒരുമാതിരി കാലുവെന്ന നായയെ പോലെ പാർട്ടികളും സ്ഥാനാർത്ഥികളാകാൻ ഇടയുള്ളവരും ഓട്ടം തുടങ്ങിയിരിക്കുന്നു. എന്തു പറയണം, എന്തു പറയേണ്ട എന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവന. താൻ 3 തവണ നേമത്ത് മത്സരിച്ചെന്നും 2 തവണ ജയിച്ചെന്നും അതുകൊണ്ട് ഇത്തവണ നേമത്ത് മത്സരിക്കുന്നില്ലെന്നുമായിരുന്നു ശിവൻകുട്ടിയുടെ പ്രസ്താവന. അത് വെറും ഒരു പ്രസ്താവനയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില ആകുലതകളും ശങ്കകളുമാണ് ആ പ്രസ്താവനയിലൂടെ പുറത്തു വന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അവിടെ ചില പരാജയ സൂചനകൾ അദ്ദേഹം കാണുന്നുവെന്നാണ് അവരുടെ അഭിപ്രായം. രാഷ്ട്രീയമാണ്, എന്തും എപ്പോഴും സംഭവിക്കാം. വോട്ടുകൾ ആരുടെയും നിക്ഷേപമല്ല, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മുൻവിധി വേണ്ടെങ്കിലും 1 വർഷത്തിനിടയിലുള്ള നേമത്തെ വോട്ടുകളുടെ കണക്ക് LDFനോ UDFനോ അത്ര അനുകൂലമല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്ക് നേടാനായത് 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. ഇത്തവണത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാകാനിടയുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു അന്നും സ്ഥാനാർത്ഥി. ഇതുകൊണ്ട് തന്നെയാണ് നേമത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയാകുന്നത് താൻ തന്നെ ആയിരിക്കുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കാൻ രാജീവ് ചന്ദ്രശേഖറെ പ്രേരിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നേമത്തെ 26 ഡിവിഷനുകളിൽ 24 നേടിയത് BJP ആണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ടാണ് നേമത്ത് മത്സരിക്കുന്നതിൽ മന്ത്രി ശിവൻകുട്ടിയുടെ മനസ്സ് മടിച്ചത്. പ്രസ്താവന പുറത്തു വന്ന ഉടനെ തന്നെ പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള അന്വേഷണങ്ങളും ശാസനകളും അദ്ദേഹത്തിന്റെ സ്വൈര്യം കെടുത്തി. അതാണ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മന്ത്രി പ്രസ്താവന തിരുത്തിയത്. താൻ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹം പിന്നീട് നടത്തിയ പ്രസ്താവന. BJPക്ക് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയില്ല, എങ്കിലും 10 സീറ്റെങ്കിലും നേടുക എന്നുള്ളത് അവരുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് 3 മുന്നണികളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് CPM പല മുൻ തീരുമാനങ്ങളിൽ നിന്നും പിന്നോക്കം പോകാൻ ആലോചിക്കുന്നത്. ടേം വ്യവസ്ഥയിൽ നിന്നും പിന്നോക്കം പോകാനാണ് അവർ ആലോചിക്കുന്നത്. 2 ടേം കവർ ചെയ്തവരാണെങ്കിൽ പോലും വിജയ സാധ്യതയുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ ശിവൻകുട്ടി, വീണ ജോർജ്, ബാലഗോപാൽ, P രാജീവ് എന്നിവരെയും മുൻ മന്ത്രിമാരായ KK ശൈലജ, TP രാമകൃഷ്ണൻ തുടങ്ങിയവരെയും മത്സരരംഗത്തിറക്കാനാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചാൽ EP ജയരാജൻ, G സുധാകരൻ, PK ശ്രീമതി തുടങ്ങിയ സീനിയേഴ്സിനെയും CPM രംഗത്തിറക്കും. നിലവിൽ പ്രതിച്ഛായയുള്ളവരും വിജയ സാധ്യതയുള്ളവരുമായ എല്ലാ MLA മാരെയും രംഗത്തിറക്കിയായിരിക്കും പാർട്ടി ഇത്തവണ പോരാടുക. ഇവരെ കൂടാതെ ചില പുതുമുഖങ്ങളെയും രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ടെന്നാണ് അറിവ്. കലാ സാംസ്കാരിക സിനിമാ രംഗത്തുള്ളവർക്കായിരിക്കും ഇതിൽ പ്രാമുഖ്യം. അങ്ങനെ പാർട്ടി ആലോചിക്കുന്നവരിൽ ഒരു പ്രമുഖനാണ് പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി. തൊടുപുഴയിൽ മുൻമന്ത്രി PJ ജോസഫോ അദ്ദേഹത്തിന്റെ പുത്രനായ അബു ജോസഫോ ആയിരിക്കും UDF സ്ഥാനാർത്ഥി. ഇവരിൽ ആരാണെങ്കിലും അവർക്കെതിരെ ആസിഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ശ്രമിക്കുന്നു. ക്ലീൻ ഇമേജും തദ്ദേശീയതയുമാണ് ആസിഫിന് പിൻബലമാകുന്നത്. മാത്രവുമല്ല, ആസിഫിന്റെ കുടുംബം പാർട്ടി കുടുംബമാണെന്നുള്ളതാണ് പാർട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത്. ആസിഫിന്റെ പിതാവ് CPM ടിക്കറ്റിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചു ജയിച്ചിട്ടുള്ള കൗൺസിലറും പാർട്ടിയുടെ പ്രാദേശിക നേതാവാണെന്നുള്ളതും പ്ലസ് പോയിന്റാണ്. ആസിഫിനെ രംഗത്തിറക്കാനുള്ള ഓപ്പറേഷന്റെ ചുമതല മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. എന്നാൽ ആസിഫ് ഇതുവരെയും സമ്മതം മൂളിയിട്ടില്ലെന്നാണ് അറിവ്. സിനിമാ രംഗത്ത് നിറയെ അവസരങ്ങളുള്ളതും ആ രംഗത്ത് ഏറെ ഭാവി മുന്നിൽ കാണുന്നതുമാണ് ആസിഫിനെ പിന്നോട്ട് വലിക്കുന്നത്. CPMന്റെ അഭ്യർത്ഥന ആസിഫ് പൂർണ്ണമായി നിഷേധിച്ചെങ്കിൽ മാത്രമേ തൊടുപുഴയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടൂ എന്നാണ് അറിവ്. CPM മാത്രമല്ല, കോൺഗ്രസും സാംസ്കാരിക സിനിമാ മേഖലയിലുള്ളവരെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടനും സംവിധായകനും മിമിക്രി താരവുമായ രമേശ് മുൻപ് തന്നെ പാർട്ടി സഹയാത്രികനാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനു വേണ്ടി അദ്ദേഹം പ്രചാരണ രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. രമേശ് പിഷാരടി ഏകദേശം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച മട്ടാണ്. മണ്ഡലം ഏതെന്ന് തീരുമാനിക്കാനേ ഉള്ളൂ. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുന്നതിനെ പറ്റി കോൺഗ്രസ് അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം വിമുഖത പ്രകടിപ്പിച്ചതായാണ് അറിവ്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ ഗണേഷ് കുമാറിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷവും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു.
കോൺഗ്രസ് നേതൃത്വത്തിന് പ്രിയപ്പെട്ടവനായ ചാമക്കാല മണ്ഡലം വിട്ടുകൊടുക്കാനിടയില്ല. അതുകൊണ്ട് രമേശ് പിഷാരടിയെ മറ്റൊരു മണ്ഡലത്തിൽ പരീക്ഷിക്കാനാണിട. അങ്ങനെയെങ്കിൽ അത് തൃപ്പൂണിത്തുറ മണ്ഡലമായിരിക്കും. നിലവിലെ അവിടുത്തെ MLA മുൻമന്ത്രി K. ബാബു ആണ്. അദ്ദേഹത്തിന് വയസ്സ് 70-ന് മേലെയായി. ശാരീരികമായി ഏറെ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ബാബു പിന്മാറിയ രമേശ് പിഷാരടി തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും പോലെ തന്നെ BJPയും സിനിമാ രംഗത്തുള്ളവരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതിനകം തന്നെ ഉണ്ണി മുകുന്ദനെയും ശ്വേതാ മേനോനെയും BJP ദൂതന്മാർ സമീപിച്ചതായാണ് അറിവ്. പാൻ ഇന്ത്യൻ മോഹങ്ങൾ ഉണ്ണി മുകുന്ദനെ അലട്ടുന്നത് കൊണ്ട് അദ്ദേഹവും അമ്മയുടെ ഭാരവാഹിത്വം തടസ്സമാകുമെന്നുള്ളതിനാൽ ശ്വേതാ മേനോനും വിമുഖത അറിയിച്ചതായാണ് ഇതുവരെയുള്ള വർത്തമാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.